നിങ്ങളുടെ ചുറ്റും ചില ആളുകളുണ്ടാകും. അവരധികം സംസാരിക്കാറില്ല, ആരോടും ദേഷ്യപ്പെടാറില്ല, ആരെയും ഉപദ്രവിക്കാറില്ല. അവരവരുടെ ലോകത്ത് പ്രാർത്ഥനയും ധ്യാനവുമായി വളരെ ശാന്തമായി ജീവിച്ചു പോകുന്നവരായിരിക്കും. അവരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവരെന്തു പാവങ്ങളാണ്, ഇവരെയൊക്കെ ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന്. അവരെ എന്തു പറഞ്ഞാലും അവർ പ്രതികരിക്കില്ലെന്ന്. എന്നാൽ അവിടെയാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റുന്നത്. സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്ന ആളുകൾ, അഥവാ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർ, ശരിക്കും വളരെ ഡേഞ്ചറാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും വളരെ സൂക്ഷിക്കണം. കാരണം അവരൊരാളോടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മാറി നിൽക്കുന്നത് അവരുടെ ഭയം കൊണ്ടല്ല. അവരുടെ കൂടെയുള്ള എനർജി, അഥവാ അദൃശ്യമായ ഊർജം ഏത് ലെവലാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ആ സ്പിരിച്വലായ ആളുകളെ നിങ്ങൾ തൊട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, ചിലപ്പോൾ പ്രതികരിക്കുന്നത് അവരായിരിക്കില്ല. അവരുടെ കൂടെ എപ്പോഴും കാവലായി നിൽക്കുന്ന ആ എനർജിയായിരിക്കും. അതാരു വേണമെങ്കിലും ആകാം. പ്രപഞ്ചശക്തിയോ, അവർ വിശ്വസിക്കുന്ന ആ വലിയ ചൈതന്യമോ, അവർ തപസ് ചെയ്ത് നേടിയെടുത്ത അദൃശ്യശക്തികളോ ആകാം. അതുകൊണ്ട് ശാന്തതയെ ഭയമായി തെറ്റിദ്ധരിക്കരുത്. സമൂഹത്തിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആത്മീയത എന്നാൽ എല്ലാം സഹിച്ച്, എല്ലാവരോടും ക്ഷമിച്ച്, തലകുനിച്ച് ജീവിക്കലാണെന്ന് പലരും വിശ്വസിക്കുന്നു. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെല്ലാം ക്ഷമിക്കാൻ മാത്രം യോഗ്യതയുള്ളവരാണെന്നാണ് പൊതുവെയുള്ളൊരു വെപ്പ്. ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയാൽ ദേഷ്യപ്പെടാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല എന്ന് പലരും അവരെ ജഡ്ജ് ചെയ്യാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ എല്ലാം ക്ഷമിക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരോടും നമുക്ക് വേദന തരാൻ വരുന്നവരോടും സദാ ക്ഷമിക്കാനുള്ളതല്ല. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം നാശത്തിലേക്കായിരിക്കും നയിക്കുക. ചിന്തിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നു, നിങ്ങളെ തല്ലാൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതം തന്നെ നശിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ഒരാൾ വരുന്നു. അവിടെ നിങ്ങൾ ക്ഷമിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്കൊരാളെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ആണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിച്ചു നന്നാവാം. പക്ഷേ നിങ്ങളെ ഇല്ലാതാക്കാൻ വരുന്നവനോട് ക്ഷമിക്കുന്നത് ആത്മീയതയല്ല, അത് ആത്മഹത്യയാണ്. ചില ആളുകൾ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി എന്തും ചെയ്യും. ശത്രുത തീർക്കാൻ ചിലർ കുതന്ത്രങ്ങൾ മെനയുന്നു. ചിലർ നെഗറ്റീവ് എനർജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെവലിലോ ഒരാളെ തകർക്കാൻ വേണ്ടി വരാം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ പവർ നമുക്ക് തിരിച്ചുപയോഗിക്കാൻ സാധിക്കുന്നത്. അതൊരസ്ത്രമാണ്. അതത്രയും വർഷം നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച, നമ്മൾ ക്രിയേറ്റ് ചെയ്ത, നമ്മൾ പ്രപഞ്ചത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വലിയൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ നമ്മുടെ ശത്രുവിന് നേരെ ഒരു ഷീൽഡായോ ഒരസ്ത്രമായോ നമുക്ക് പ്രയോഗിക്കാം. നമുക്ക് ശത്രുത മനോഭാവം ആവശ്യമില്ല, ആരോടും പക മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതില്ല. പക്ഷേ ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണാൻ നമുക്ക് കഴിയണം. സ്പിരിച്വാലിറ്റി എന്നത് വേദന സഹിക്കലല്ല. നിങ്ങൾക്ക് പെയിൻ തരാൻ വരുന്ന ആളുകളെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, അവരെ നിങ്ങൾ തടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും, ജീവിതം തന്നെ ദുസ്സഹമാകും. അതുകൊണ്ട് സ്വയം പ്രതിരോധിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. നമ്മളെപ്പോഴും വലിയ ചരിത്രങ്ങൾ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചിന്തകളെല്ലാം നമ്മളോട് പറയുന്നതെന്താണ്? മഹത്തായ ഇതിഹാസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പരമമായ സ്പിരിച്വൽ ലെവലിലുള്ള വ്യക്തിത്വങ്ങളെയാണ്. എന്നിട്ടും അവരെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്, നീതിക്ക് വേണ്ടി ആയുധമെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയും യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് രണ്ടും വിരുദ്ധമായ കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരിക്കലുമല്ല. നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ആ നിലനിൽപ്പിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നമ്മൾ പോരാടിയേ മതിയാകൂ. ആ പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വൽ ഊർജ്ജത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം സഹിച്ച് മൂലക്കിരിക്കാനല്ല ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത്, മറിച്ച് അനീതി കണ്ടാൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാനാണ്. സമൂഹം പലപ്പോഴും ആത്മീയതയിലുള്ള ആളുകളെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അവർക്ക് വേദനയില്ല എന്നൊക്കെയാണ് പലരുടെയും വിചാരം. സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആളുകൾ ഭയങ്കര ശാന്തരാണ്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നാം കരുതും. പക്ഷേ അവരും മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയെ, വലിയ തകർച്ചകളെ മറികടക്കാൻ വേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ആ തകർച്ചകളെ മറികടക്കാൻ അവർ മറ്റൊരു ഉപാധി സ്വീകരിക്കുന്നു. ആർക്കും ശല്യമില്ലാത്ത, ആർക്കും ദ്രോഹമില്ലാത്ത ഒരു ഉപാധി. അത് പ്രാർത്ഥനയാകാം, ധ്യാനമാകാം. സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റേതായ ദുഃഖങ്ങളുണ്ട്, മാനസികാവസ്ഥകളുണ്ട്, വേദനകളുണ്ട്.
സാധാരണ മനുഷ്യനും സ്പിരിച്വൽ മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു സ്പിരിച്വലായ ആളെ ഇൻസൾട്ട് ചെയ്താലും അവർക്കും വേദനിക്കും. ലൈഫിന്റെ ഏറ്റവും മോശമായ കണ്ടീഷനിൽ നിന്നും എല്ലാം കണ്ടും എല്ലാം കേട്ടും എല്ലാം അനുഭവിച്ചും വന്നിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും മാറാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരാണവർ. പലർക്കും അവരുടെ ജീവിതത്തിൽ ആരും കൂടെ നിൽക്കാനില്ലാത്തൊരു സമയമുണ്ടായിരുന്നിരിക്കാം. കുടുംബമില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല. ആരുമില്ലാത്ത ഒരു ഇരുണ്ട അവസ്ഥ. അവിടെ വെച്ചാണ് അവർ ഇതുവരെ കാണാത്ത ആ മഹാശക്തിയെ മുറുകെ പിടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി സ്വന്തം വിശ്വാസവുമായി ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ഒരു സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കെതിരെ വിരൽ ചൂണ്ടാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. കാരണം നമ്മളൊരു അനീതി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. എന്തുവന്നാലും നമ്മൾ പ്രതികരിക്കരുത് എന്നുള്ളതാണ് സമൂഹം നമ്മളോട് പറയാതെ പറയുന്ന നിയമം. ഇനി ഒരു സ്പിരിച്വൽ വ്യക്തി എന്തെങ്കിലും കാര്യത്തിനോട് റിയാക്ട് ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ വ്യാജൻ എന്നു പേരിട്ട് മുദ്രകുത്തും. വസ്ത്രസ്വാതന്ത്ര്യം പോലും ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരാൾ ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോൾ തന്നെ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. നമ്മുടെ വീടുകളുടെ ഉള്ളിലെ അവസ്ഥ നോക്കാം. അവിടെയും വിശ്വാസത്തിന്റെ പേരിൽ വലിയ അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ട്. ചില വീടുകളിൽ പങ്കാളികൾ തമ്മിൽ പോലും ഈ പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് പ്രാർത്ഥിക്കാനോ ധ്യാനിക്കാനോ അനുവാദമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ എന്ത് മാനസികാവസ്ഥയാണ്? ഇത് ശരിക്കും ഒരുതരം അടിമത്വമാണ്. വീട്ടിലുള്ള മറ്റൊരാൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ കൊണ്ടുപോകണമെന്ന്. ആർക്കും ശല്യമില്ലാതെ 10 മിനിറ്റ് ഒരു ആരാധനാലയത്തിൽ പോയി ഇരിക്കുന്നതാണോ തെറ്റ്? ആന്തരികമായി ഒരാൾ നേടുന്ന സമാധാനം അയാളുടെ വ്യക്തിസ്വാതന്ത്ര്യമാണ്. ഓരോ മനുഷ്യരും അവന്റെ വിശ്വാസമായി കാണുന്നത് അവന്റെ കോൺഫിഡൻസിനെയാണ്. അതിനെയാണ് അവർ സ്പിരിച്വാലിറ്റിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ ശക്തിയുള്ളവരാണ്. അവർ മാറിയിരിക്കുന്നത് അവരുടെ കഴിവുകേടല്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികളെ വർഷങ്ങളോളം ആവാഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന മനുഷ്യരാണവർ. നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം അവരൊരു ശല്യവുമുണ്ടാക്കില്ല. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാം സഹിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങളെ നാം നീക്കിയേ പറ്റൂ. സ്പിരിച്വലായിട്ട് നിൽക്കുന്നവർ വെറും സാധുക്കളാണെന്നോ പാവങ്ങളാണെന്നോ ആരും വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ആവാൻ നിങ്ങൾക്ക് മറ്റൊരാളുടെയും സപ്പോർട്ട് ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് ആ വലിയ സാന്നിധ്യം അറിയാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം മാറും. ആത്മീയത എന്നാൽ സ്വയം അറിയലാണ്, സ്വയം കരുത്താർജിക്കലാണ്. അത് നിങ്ങളെ ഒരു പോരാളിയാക്കും. സമാധാനമുള്ള, എന്നാൽ നീതിക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു പോരാളി. സ്പിരിച്വാലിറ്റിയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ്. അത് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ അപരാജിതനാകും.